الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد اللهم ولك الحمد شكرا ولك المنه فضلا. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയിൽ സുന്ദരനായിട്ടുള്ള ബഹുമാന അധ്യക്ഷൻ വിവിധ പ്രതികളെ, സ്നേഹം നിറഞ്ഞ മഹല്ല നിവാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിഷയങ്ങളൊക്കെ സമയം ഒരുപാടായി. അതുകൊണ്ട് ഈ വിഷയം കാര്യങ്ങൾ പറയാൻ ബഹുമാനായ അധ്യക്ഷൻ, ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ സദാർത്ഥികളെ, പണ്ഡിതരെ, മറാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരന്മാരെ, നമ്മളിലൂടെ ഫെഡറേഷൻ്റെ കീഴിൽ നടക്കുന്ന ഫാമിലി പ്ലസ് ജില്ലാതല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഉദ്ദേശിക്കുന്നത്. അമലായി അള്ളാഹുവിനെ സ്വീകരിച്ച അർഹമായ പ്രതിഫലം നമ്മിൽപ്പെട്ട ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് മണം പറഞ്ഞു പോയിട്ട് അള്ളാഹുവിന്റെ എല്ലാവർക്കും ഒരാൾക്കും സുഖബാധനമാണ് അള്ളാഹു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടാണ് ഫാമിലി പ്ലസ്. ഒന്നതിൽ പ്രീ മാരിറ്റൽ ക്ലാസ്, അതേപോലെ പോസ്റ്റ് മാരിറ്റൽ ക്ലാസ്സും അതോടൊപ്പം തന്നെ പാരന്റിങ് ക്ലാസ്സും ഉണ്ട്. നമുക്ക് ഒരു കുടുംബം ഉണ്ടാക്കുന്നത് നിക്കാഹിന് മുമ്പ്, കല്യാണത്തിന് മുന്നേ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരുടെ ഭാവി ജീവിതത്തെ കുറിച്ച് അവർക്ക് നീതിപരമായ കാര്യങ്ങളോ ഒരു ബോധവൽക്കരണം ഉണ്ടായിരിക്കും. നീതി ചുറ്റുപാടുകളോടെ ജീവിക്കുമ്പോൾ പരസ്പരം ഇഷ്ടപ്പെട്ടു, പരസ്പരം പൊരുത്തപ്പെട്ടു ഒക്കെ ജീവിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് നിക്കാഹ് കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചിലപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞാൽ പല വിവാഹ ബന്ധങ്ങളും വേർപിരിയുന്ന ഒരു സാഹചര്യത്തിൽ നീങ്ങുന്ന ഒരു സാഹചര്യം. അതേപോലെ തന്നെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും വിവാഹപ്രായം എത്തിയാൽ പോലും കല്യാണത്തിന് തയ്യാറാവാത്ത ഒരവസ്ഥ വരെ സംജാതമായിക്കൊണ്ടിരുന്ന സാഹചര്യം കൂടി നമ്മളുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മുടെ സമുദായത്തിലെ നമ്മുടെ കുട്ടികളെ, നമ്മുടെ മക്കളെ രക്ഷിക്കേണ്ടത്, അവർക്ക് അതിന് വേണ്ടുന്ന ബോധവൽക്കരണം നൽകണം. എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം ചെയ്യേണ്ടതെന്നും, എന്താണ് ഒരു കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹം ഉണ്ടാകൂ. കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തെ കെട്ടിപ്പടുക്കാനും വാർത്തെടുക്കാനും സാധിക്കുകയുള്ളൂ. അതാണ് ചെയ്ത് നിലനിൽക്കണമെങ്കിൽ കുടുംബം വേണം. ശിഥിലമായ കുടുംബമല്ല വേണ്ടത്, ഒരുമയോട് കൂടിയുള്ള നല്ല ഭദ്രമായ ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമുക്ക് ഇത്തരം ക്ലാസ്സുകളൊക്കെ നമ്മുടെ മാനേജുകളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ 4 ക്ലാസ്സിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭ്യമായ ആളുകൾക്ക് മാത്രമായിരിക്കും വിവാഹം നടത്തി കൊടുക്കേണ്ടത് എന്ന ധാരണ വന്നു കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും അതിലൂടെ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധ്യമാകുന്നത്. അതേപോലെ പാരന്റിങ്ങിനെ കുറിച്ച് അറിയാത്ത ധാരാളം രക്ഷിതാക്കൾ, ആൺകുട്ടി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പാരന്റിങ് എന്താണെന്ന് അറിയാം. അവർക്ക് ജനിക്കുന്ന കുട്ടി, ആ കുട്ടിയെ ഏത് രീതിയിൽ വളർത്തണം, ഏത് രീതിയിലായിരിക്കണം വിദ്യാഭ്യാസം നൽകേണ്ടത്, എങ്ങനെ വളർത്തിയെടുത്ത് നല്ല ഒരു
കുട്ടിയാക്കി വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അത് പാരൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്, രക്ഷിതാക്കളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. കുട്ടി ചെറിയ കുട്ടിയാണ്, രക്ഷിതാക്കൾ നയിക്കുന്ന അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ ആയിരിക്കും കുട്ടി നടക്കുന്നത്. രക്ഷിതാക്കൾ നല്ല വഴി കാണിച്ചു കൊടുത്താൽ നല്ല വഴിയിലൂടെ നടക്കും, മോശപ്പെട്ട വഴി കാണിച്ചു കൊടുത്താൽ മോശപ്പെട്ട വഴിയിലൂടെ നടക്കും. പാരന്റിങ്ങിൽ വരെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രീതിയിൽ കുടുംബം ഉണ്ടാക്കുക എന്നുള്ളത് അതിന് വേണ്ടുന്ന ഒരു സംവിധാനമാണ് ഫാമിലി ബസ്. ഫാമിലി ബസ് എല്ലാ ആളുകളും, യുവതികളായ ആളുകൾ, യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള സൗകര്യപ്രദമായ സമയത്ത് ക്ലാസുകൾ സംഘടിപ്പിക്കുകയും അതിലൂടെ നമുക്ക് നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് നമ്മുടെ മുന്നിൽ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യം അനുസരിച്ചുകൊണ്ട് നിർവഹിച്ചാൽ വാഹു തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രീമാരിറ്റൽ ക്ലാസ് ഈ മാസം തന്നെ മെയ് 18, 19 തീയതികളിൽ ഈ മഹല്ലിൽ വെച്ച് നടത്തുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കമ്മിറ്റി ഭാരവാഹികളെ സാദരം ക്ഷണിക്കുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട സൈദവറുകളെ അത് നൽകാൻ വേണ്ടി, ഉപഹാരം നൽകാൻ വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സാധാരണ 50 കൊല്ലം ഒരുമിച്ച് ഇവർ ജീവിക്കുന്നു. ആ ഒരു 50 കൊല്ലത്തെ ഇവരുടെ കുടുംബജീവിതം മനോഹരമാവാൻ എത്ര കാലം മുന്നേ ഒരുങ്ങാറുണ്ടെന്നാ ചോദ്യം. മനുഷ്യന്മാരെ നേരത്തെ കല്യാണത്തിന് ഇക്കെത്ര മുന്നേ തുറന്നു കഴിച്ചപ്പോൾ നമ്മൾ 1 മാസം പോയി സ്ത്രീയുടെ ഉത്തരം കിട്ടി. ഈ ചോദ്യത്തിലാണ് ചെറുപ്പറാക്കുന്നത് അതിനുള്ള തട്ടിക്കുന്ന കാര്യമില്ല, കിട്ടാൻ കുറച്ച് പാടാം. കാരണം മറ്റേ നമുക്ക് പരിചയമുണ്ട്, ഈ ചോദ്യം പരിചയമില്ലാത്ത ചോദ്യമാണ്, ആണോ അല്ലേ? നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, വർഷങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലെവിടെയാണ് മനോഹരമായ കുടുംബ ജീവിതം നയിക്കാനുള്ള മാർഗങ്ങൾ ഏതിലാണ് പഠിച്ചത്? ഉണ്ടോ? ഇല്ല. അപ്പോൾ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതാണ് സമുദായത്തിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. ഒരു ദിവസം നടക്കുന്ന വിവാഹ ചടങ്ങിന് വേണ്ടി പോലും മാസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങുന്ന മുസ്ലിം സമുദായം നീണ്ടു നിൽക്കുക. അതോടുകൂടി അവസാനിക്കുന്നതല്ല ശരിക്കും, ആണോ? ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് നിക്കാഹോട് ഒരുമിച്ചാൽ പിന്നെ അവർക്ക് വേർതിരിക്കുന്ന സാഹചര്യം ഉണ്ടോ? അവർ മരിച്ച സ്വർഗത്തിലെത്തിയാലും ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? അറ്റമില്ലാത്ത ജീവിതം നയിക്കേണ്ടുന്ന ആ ജീവിതം മനോഹരമാക്കാൻ വിവാഹത്തിന് മുമ്പ് എന്ത് ചെയ്യുന്നില്ല? ഒരു ദിവസം മുമ്പ് പോലും അധിക കുടുംബങ്ങളും എന്ത് ചെയ്യുന്നില്ല, ഒരുങ്ങുന്നില്ല. എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ നമ്മൾ രക്ഷിതാവാണോ? നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? പറയാൻ പ്രയാസമുണ്ടാവില്ലേ? ചിന്തിച്ചാൽ മാത്രം മതി. അതിന്റെ പരിഹാരമാണ് സുന്നി മഹൽ ഫെഡറേഷൻ മഹല്ലുകളിൽ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയൊരു ചട്ടക്കൂടോട് കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഫാമിലി ബസ്, അതില് ഇസ്ലാമിക് പ്രീമെഡിക്കൽ കോഴ്സ് ഉണ്ട്, പോസ്റ്റ് മെഡിക്കൽ കോഴ്സ് ഉണ്ട്. മുഹമ്മദ് കുട്ടി പൈസ നമ്മുടെ മണ്ഡലത്തിന്റെ സമസ്തയുടെ മുഴുവനും അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി മണ്ഡലത്തിന്റെ. അങ്ങനെ മഹാന്മാരൊക്കെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. ഏതായാലും നമ്മുടെ മേഖലാ സെക്രട്ടറി من سعادة بن آدم ثلاثة ومن شقاوة بن آدم ثلاثة. ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ് 3 കാര്യങ്ങൾ. ഒരു മനുഷ്യന്റെ പരാജയത്തിൽപ്പെട്ടതുമാണ് 3 കാര്യങ്ങൾ. മിൻ സഅദത്തി ബിനി ആദമ, ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ് അൽ മർഅതു സ്വാലിഹത്തു, നല്ല ഭാര്യ, അത് വിജയമാണ്. വൽ മസ്കനു സ്വാലിഹു, നല്ല വീട്, അത് വിജയമാണ്. വൽ മർകബു സ്വാലിഹു, നല്ല വാഹനം, അത് വിജയമാണ്.
السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام على رسول الله. ഏറ്റവും ആദരണീയനായ ബഹുമാന്യനുമായ നമ്മുടെ ദേശത്തിലുള്ളവരുടെ വിദ്യാലയപ്പുറത്ത് ചെയ്യുന്ന ഉത്സാഹമുള്ള ആയ ഉത്സാഹമുള്ളവരുടെ മക്കളെ നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. സമൂഹത്തിന്റെ എല്ലാവിധ ആശംസകളും ഒറ്റവാക്കിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും. കുറഞ്ഞ 2 ദിവസം കൊണ്ടാണ് പരിപാടിയുടെ ഉണ്ടായത്. ഒരുപാട് ആളുകൾ വേണ്ട ഉദ്ദേശത്തിന്